ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന അത്ഭുതകരമായ 3 സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ 3 സൂറത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് ഓതാൻ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതു പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്ന് രക്ഷ ലഭിക്കാനും സാമ്പത്തികമായി അഭിവൃദ്ധി ലഭിക്കാനും കാരണമാകും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ മാറ്റിയെഴുതിയ എത്രയോ ജീവിതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഈ സൂറത്തുകൾ പാരായണം ചെയ്യാം. ഞാനതിൻ്റെ ഓരോ വിഷയങ്ങളും കൃത്യമായി വിശദീകരിച്ച് തരുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പ്രത്യേകം പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് അതിൽ സൂറത്തുൽ ഫത്ഹാണ്. സൂറത്തുൽ ഫത്ഹിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ കേട്ടവരാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫത്ഹ് ജീവിതത്തിലേക്ക് പകർത്തിയ ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയാം, ഇവിടേക്ക് നേരിട്ട് വരുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഞാൻ ഒരു സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാറുണ്ട് എന്ന്. നമ്മൾ തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പറഞ്ഞു കൊടുക്കാറുണ്ട് സൂറത്തുൽ ഫത്ഹ് ഓതേണ്ട രൂപത്തിനെ കുറിച്ച്. സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം. അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അത് സ്വഹീഹുൽ ബുഖാരിയാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ദ സെക്കൻഡ് എന്ന് പറയുന്ന 2ാം സ്ഥാനത്തുള്ളത്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞതെല്ലാം അത്രയും കടഞ്ഞെടുത്ത അത്രയും പവിത്രമേറിയ ഹദീസുകളാണ്. അതിൽ പറഞ്ഞ ഒരു ഹദീസിൻ്റെ രൂപം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് എഴുതിയത് ബുഖാരി ഇമാമാണ്. ബുഖാരി ഇമാം അതിൽ 6500 സംതിങ് 6000-ലധികം ഹദീസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഓർമ്മയില്ലെന്ന് എടുത്ത് പറയണം. അതിലൊരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ ഈ കട്ടിയുണ്ട് ബുഖാരിക്ക്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഇവിടെയുള്ള ഈ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഇതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു 3 ഇരട്ടി കട്ടി ഉണ്ടാകും ഈ സ്വഹീഹുൽ ബുഖാരി. കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കണേ. അപ്പോൾ ആ സ്വഹീഹുൽ ബുഖാരി നമ്മുടെ ദർസുകളിലൊക്കെ ഓതുന്ന കിതാബുകളാണ്, കോളേജുകളിലൊക്കെ. അപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ അതിൽ 7563 ഹദീസുകൾ. അതിൻ്റെ ഹദീസിൻ്റെ എണ്ണം ഓർത്തു വെച്ചോളൂ. 7563 ഹദീസുകളാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. ഞാൻ അങ്ങനെ ഓർമ്മയില്ലെന്ന് പറയണം. അപ്പോൾ അതാണ് ആദ്യം ഒന്ന് മാറി പറഞ്ഞിട്ട് പിന്നെ അത് കൺഫേം അല്ല എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മയായപ്പം പറഞ്ഞതാണ്. 7563 ഹദീസുകൾ. അപ്പോൾ ഓരോ ഹദീസും ബുഖാരി ഇമാം ഇങ്ങനെ എഴുതുന്ന സമയത്ത് അന്ന് പേനയില്ലല്ലോ. അന്ന് പേനയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ പ്രിൻറ്റിങ് സംവിധാനം ഇല്ലല്ലോ, അച്ചടിക്കുന്ന പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എഴുതണം. എങ്ങനെയാണ് എഴുതുന്നത്? മരത്തിൻ്റെ ചില്ലകൾ കൊണ്ടുവന്ന് ആ ചില്ലകൾ അതിങ്ങനെ വെട്ടി 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 പേന രൂപത്തിലേക്ക് ആക്കിയിട്ട് മഷിക്കുപ്പിയിൽ മുക്കി എഴുതി വീണ്ടും മുക്കി എഴുതി അങ്ങനെ കഠിനമായ സബരിയിലൂടെയാണ് എഴുതുക. അപ്പോൾ ഈ ഇത്ര കട്ടിയുള്ളൊരു കിതാബ് എഴുതാൻ എത്ര കാത്തിരിക്കണം? അങ്ങനെ എഴുതിയ കിതാബാണ്. അതും ഒരു ഹദീസ്, ഇപ്പോൾ ഒരു ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അതൊരു ഹദീസാണ്. ഈ ഹദീസ് എഴുതാൻ വേണ്ടി ബുഖാരി ഇമാം തയ്യാറെടുക്കുമായിരുന്നു. എങ്ങനെ തയ്യാറെടുക്കുക? ആദ്യം പോയിട്ട് കുളിച്ചിട്ട് വുളു എടുക്കും. വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ടാണ് ഒരു ഹദീസ് എഴുതുക. എന്നിട്ട് അടുത്ത ഹദീസ് എഴുതാൻ വീണ്ടും കുളിക്കും, വുളു എടുക്കും, എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കും, എന്നിട്ടാണ് എഴുതുക. അങ്ങനെയാണ് 7563 ഹദീസുകളും എഴുതിയത് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുന്ന അറിവാണെങ്കിൽ അറിയിക്കണേ. അതുകൊണ്ടാണത് 2ാം സ്ഥാനത്തേക്ക് വന്നതും. വിശുദ്ധ ഖുർആൻ അള്ളാൻ്റെ കലാമാണ്. അതാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്ലാമിൽ. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയാണ്. അതിൻ്റെ കാരണം തന്നെ ഇതാണ്, ഇത്രയും ആത്മാർത്ഥതയോട് എഴുതിയത്. അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ഹദീസുകളും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഹദീസാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഹദീസാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ രാത്രി എനിക്കൊരു ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇഹലോകത്തേക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ആ സൂറത്ത്. സൂര്യനുദിക്കുന്നത് ഏതെല്ലാം വസ്തുക്കളുടെ മേലിലാണോ അവയേക്കാളെല്ലാം എനിക്ക് പ്രിയങ്കരമാണ് ആ സൂറത്ത്. ആ സൂറത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞിട്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ആ സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഫത്ഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? ആ സൂറത്ത് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ഇഷ്ടമുള്ള സൂറത്താണ് എന്ന് പറഞ്ഞ ഹബീബായ തങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയ സൂറത്ത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് വലിയ മഹത്വമുണ്ട്. ഇമാം അഹമ്മദും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിലോ ഹുദൈബിയയിലോ പങ്കെടുത്തവരാരും നരകത്തിൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലവനും സൂറത്തുൽ ഫത്ത് ഓതിയാൽ അവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മക്കം ഫത്ഹ് യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണ്. നിങ്ങളൊന്ന് നോക്കൂ സൂറത്തുൽ ഫത്ഹിൻ്റെ മഹത്വം. നമ്മൾ മക്കം ഫത്ഹ് യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ല ഒരുത്തനും സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ അവന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരു മരച്ചുവട്ടിൽ ഹുദൈബിയയിൽ വെച്ച് ബൈഅത്ത് ചെയ്തവനെ പോലെ കൂലി ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ റമളാൻ മാസത്തിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ആ കൊല്ലം മുഴുവനും അയാൾക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകും, അള്ളാഹുവിൽ നിന്നുള്ള സഹായം അവനുണ്ടാകും. തഫ്സീർ റൂഹിൽ ബയാനിൽ ഇത് കാണാവുന്നതാണ്. സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അന്നത്തെ പ്രഭാതത്തിൽ സൂറത്തുൽ ഫത്ഹ് ഓതുക. അത് വിജയത്തിൻ്റെ സൂറത്താണ്, അത് അത്ഭുതങ്ങളുടെ കലവറയാണ്, അതിലൊരുപാട് രഹസ്യപ്പൊരുളുകൾ അടങ്ങിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം, ആദ്യ രാത്രി 2 റക്അത്ത് റമളാനിലെ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഇന്നാ ഫത്ഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞ സൂറത്തുൽ ഫത്ഹും പാരായണം ചെയ്തു. സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തുൽ ഖദ്ർ 10 പ്രാവശ്യം ഓതി. എന്നാൽ അവന് വലിയ മഹത്വം ലഭിക്കുമെന്ന് യഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ റമളാനുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ കാണാം. സൂറത്തുൽ ഫത്ഹ് അതിൽ വളരെ ശ്രേഷ്ഠമേറിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ പലതവണ സൂറത്തുൽ ഫത്ഹിൻ്റെ വിവിധങ്ങളായ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ പോരിശകളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തിക്കഴിഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഒരു ഷെയ്ഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തു കാര്യം സാധിക്കണം എന്ന് കരുതിയാലും ഏതു പ്രശ്നം അകന്നു പോകണമെന്ന് കരുതിയാലും സൂറത്തുൽ ഫത്ഹ് ഓതുകയാണ് ചെയ്യാറുള്ളത്. അത് 21 പ്രാവശ്യം തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളുണ്ട് ആ രൂപത്തിലോ ഓതി തീർക്കും എന്നുള്ളതാണ്. അങ്ങനെ ഓതി തീർന്നു കഴിഞ്ഞ് അവൻ്റെ ആവശ്യം നേടിയെടുക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് നേടിക്കൊടുക്കും. ആ മഹാൻ്റെ അനുഭവത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ ഫത്ഹിൻ്റെ ഒരു അമല് പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 21 തവണ സൂറത്തുൽ ഫത്ഹ് ഓതുക. നമ്മൾ പലപ്പോഴും അത് പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിച്ചതാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ, നല്ല ഫലം ലഭിക്കും. സൂറത്തുൽ ഫത്ഹ് അത് 21 തവണ പാരായണം ചെയ്യുക എന്നുള്ളത്, അത് ഒരു ദിവസം 21 തവണ പാരായണം ചെയ്യാം. അതല്ല എങ്കിൽ 3 ദിവസങ്ങളിൽ 21 തവണ പാരായണം ചെയ്യേണ്ട രൂപമുണ്ട്. ഒരു ദിവസം 7, രണ്ടാമത്തെ ദിവസം 7 ഉം 14, മൂന്നാമത്തെ ദിവസം 7 കൂടി കൂട്ടിയാൽ 21. ഇനി മറ്റൊന്ന് 7 ദിവസങ്ങളിലായിട്ട് 3 തവണ വീതം വെച്ച് ഓതാം. ഒരു ദിവസം 3, രണ്ടാമത്തെ ദിവസത്തിലാവുമ്പോൾ 6, മൂന്നാമത്തെ ദിവസത്തിലാവുമ്പോൾ 9, ഇങ്ങനെ പോയിട്ട് 7 ദിവസം കൊണ്ട് 21 തവണ പാരായണം ചെയ്യാം. ഇങ്ങനെ പാരായണം ചെയ്ത് 7 തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നൽകപ്പെടും എന്നുള്ള ഉറപ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ അതിൻ്റെ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അറിയിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്തവർക്കെല്ലാം അതിൻ്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ സൂറത്തുൽ ഫത്ത്ഹ് ഈ രൂപത്തിൽ 21 തവണ പാരായണം ചെയ്യുന്ന ഒരു അമൽ വളരെ പ്രസിദ്ധമാണ്. എത്രയോ ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിച്ച് കിട്ടാൻ കാരണമായത്, കടം വിടാൻ കാരണമായത്, എൻ്റെ അനുഭവത്തിൽ തന്നെ വിദേശത്തേക്ക് ഒരിക്കലും പോകാൻ കഴിയാതിരുന്ന ഒരാൾക്ക് വിദേശത്തേക്ക് എത്താൻ കാരണമായത് എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായി ചെയ്തു നോക്കാം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വിഷമം നേരിടുന്ന സമയത്ത് ജുമുഅ നിസ്കാരത്തിന് ശേഷം 7 തവണ സൂറത്തുൽ ഫത്ത്ഹ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു മഹാനരായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ജുമയുടെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഇങ്ങനെ ഓതാറുള്ളത്. അതിനുശേഷം യാ ഫത്താഹു എന്ന് പറയുന്ന അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ്, അതിൻ്റെ അബ്ജദിൻ്റെ എണ്ണം അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു 489 തവണ ചൊല്ലും. അങ്ങനെ യാ ഫത്താഹ് എന്ന് പറയുന്നത് യാ ചേർത്തിയിട്ടാണ് ചൊല്ലാറുള്ളത്. വെള്ളിയാഴ്ച മാത്രമല്ല, തുടർന്ന് അടുത്ത ജുമ വരെ എല്ലാ ദിവസവും ളുഹർ നിസ്കരിച്ച ശേഷം ഇതുപോലെ മഹാനവറുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് ഓതുന്നതിനിടയിലോ ചൊല്ലുന്നതിനിടയിലോ സംസാരിക്കാറൊന്നും ഉണ്ടാവാറില്ല. ഭൗതികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാറുണ്ടായിരുന്നില്ല. ഇങ്ങനെ 7 ദിവസം ചെയ്യുമ്പോഴേക്ക് ഉദ്ദേശം നിറവേറുന്ന അനുഭവം മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് സൂറത്തുൽ ഫത്ഹിൻ്റെ നമ്മൾ 21 ദിവസം ഓതുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷം 7 തവണ ഓതുക. 7 തവണ ഓതിയിട്ട് അത് ആത്മാർത്ഥമായിട്ട് അതിനുശേഷം യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ് യാ ചേർത്തിയിട്ട് അതിൻ്റെ അബ്ജദിൻ്റെ എണ്ണം അനുസരിച്ച് 489 തവണ ചൊല്ലുകയും ചെയ്യാം. അങ്ങനെ അടുത്ത ജുമുഅ വരെ ദിവസവും ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്തു പോന്നു. അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ഈ ഒരു അമലിൻ്റെ ഫലമായിട്ട് അവർക്ക് അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും കാര്യങ്ങളും നേടിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുമായിരുന്നു എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു അമൽ നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്, നമ്മുടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. വാഖിയ നിസാരമാക്കി കരുതരുത്. ദിനേന ഓതൽ പതിവാക്കേണ്ട ഒരു സൂറത്തും കൂടെയാണ് സൂറത്തുൽ വാഖിയ. വാഖിയ സൂറത്ത് പ്രധാനമായിട്ട് എന്തിനുള്ളതെന്ന് നമുക്കറിയാം. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും, നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാനും, നമ്മുടെ ശമ്പളത്തിൽ വർധനവുണ്ടാവാൻ, ഇങ്ങനെ സാമ്പത്തികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതു വിഷയങ്ങൾക്കും സൂറത്തുൽ വാഖിയ പരിഹാരമാണ്. നമ്മുടെ മജ്ലിസിൽ വെച്ച് നമ്മൾ എല്ലാ രാത്രികളിലും അത് ഓതാറുണ്ട്. നിങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കൂടെ ഓതാകുന്നതാണ്. നമ്മൾ പ്രത്യേകം നീയത്ത് വെക്കും. നീയത്ത് വെച്ചിട്ടാണ് ഓതുക. എന്നിട്ട് ആ നീയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യും. പങ്കെടുക്കാൻ നിങ്ങൾക്കൊക്കെ അത് ഒരു ഉപകാരമായി മാറുമെന്ന് ഓർമ്മപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതലിനെ പതിവാക്കിയാൽ അയാൾക്കൊരിക്കലും ഫിനാൻഷ്യൽ ക്രൈസിസ്, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരികയില്ല. ഇത് വളരെ പ്രസിദ്ധമായ ഹദീസാണ്, നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഹദീസാണ്. അപ്പോൾ സൂറത്തുൽ വാഖിയ പതിവാക്കിയ ഒരാൾക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മുത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഹദീദ്, അതേപോലെ തന്നെ അർ-റഹ്മാൻ സൂറത്ത്, ഇതൊക്കെ ഓതുന്നവർക്ക് ആകാശഭൂമികളിലെ അമൂർത്ത ലോകത്തുള്ള പേര് അവർ അഹ്ലുൽ ജന്ന എന്നാണ്. സ്വർഗനിവാസികൾ, സ്വർഗാവകാശികൾ, സ്വർഗത്തിൻ്റെ ആളുകൾ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഏതെങ്കിലും വീടുകളിലൊക്കെ ഇരുന്ന് ഉമ്മമാരും ഉപ്പമാരൊക്കെ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മലക്കുകൾക്കിടയിലും ആകാശലോകത്തൊക്കെ നമ്മെക്കുറിച്ച് പറയുന്നത് അഹ്ലുൽ ജന്ന എന്ന, സ്വർഗാവകാശികൾ എന്ന, സ്വർഗത്തിൻ്റെ ആൾക്കാരാണ് അതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ രാത്രിയിലും വാഖിയ സൂറത്ത് ഓതുന്നവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. വാഖിയ സൂറത്ത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്. അത് നിങ്ങൾ ഓതുകയും കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമ്മൾ കുട്ടികളൊക്കെ പുതിയ കാലത്ത് ഒരുപാട് സോങ്സുകൾ അവർക്കറിയാം. ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന റാപ്പ് സോങ്സുകൾ എത്ര കട്ടിയുള്ള വാക്കുകളാണെങ്കിലും അവരത് കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ അതവർക്ക് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ
അത് അവർ കേൾക്കെ ഓതുകയും അവരെ ഓതിപ്പിക്കുകയൊക്കെ ചെയ്ത് ചെറുപ്പനാളിലെ ശീലിപ്പിച്ചാൽ നമ്മുടെ മക്കളും അങ്ങനെ പഠിക്കാൻ കാരണമാകും. മദ്രസയിലൊക്കെ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ സൂറത്തുൽ വാഖിയൊക്കെ പഠിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നിർബന്ധിതാവസ്ഥയിൽ കുട്ടികൾ പഠിക്കുകയും ചെയ്യും. അത് പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മോനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുമോ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അവർ കേൾക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ വലിയ ആത്മാർത്ഥമായിട്ട് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. എല്ലാ രാത്രികളിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം. അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് സ്വർഗാവകാശികളുടെ സൂറത്തും കൂടെയാണ്. 40 ദിവസം ഇദാ വഖഅത്തിൽ വാഖിയ എന്ന് പറയുന്ന സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. അതെങ്ങനെയാണ്? ദിവസേന 40 തവണയായിട്ട് ഓതണം. ഇടപെടാതെ തുടർച്ചയായി തന്നെ ഓതണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയാത്ത രൂപത്തിൽ അള്ളാഹു അവനക്ക് ജീവിക്കാനുള്ള വക നൽകുമെന്നുള്ളതാണ്. ഇത് അർഹർക്കല്ലാതെ ആർക്കും ചെയ്യാനും സാധിക്കില്ല, ഇതിനെക്കുറിച്ച് അറിയുകയുമില്ല. ഇതൊരാൾക്ക് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ആളുകൾക്ക്, ഇതിപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അതൊരു പ്രത്യേക തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ വാഖിയ അത് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എന്നാൽ നിങ്ങൾക്കതിനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ ജീവിതത്തിൽ അത് അനുഭവിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ അത്രമേൽ സവിശേഷമേറിയതാണെന്നുള്ളത് നമുക്കറിയാലോ. അസ്റിന് ശേഷം സൂറത്തുൽ വാഖിയ നിത്യേന 14 തവണ പാരായണം ചെയ്യുന്നവർക്ക് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫലം ഉണ്ടല്ലോ, അതേപോലെയുള്ള ഫലം പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഐശ്വര്യം നേടിത്തരാനും ദാരിദ്ര്യം അകന്നു കിട്ടാനും ഈ സൂറത്തിനുള്ള കഴിവ് അപാരമാണ്. അക്കാര്യത്തിൽ വലിയ പൊരുളും രഹസ്യവും അത്ഭുത ചൈതന്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ആയത്തുകളെക്കുറിച്ചും അതിൻ്റെ ആശയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഒരിക്കലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുറച്ച് സ്വത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അദ്ദേഹം അത് സ്വീകരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കണ്ടപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ മക്കളുടെ ചെലവിന് വേണ്ടി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് എന്നെക്കുറിച്ച് എനിക്കില്ലാത്തൊരു ഭയം നിങ്ങൾക്കുണ്ടോ? അവരോട് ഞാൻ വാഖിയ സൂറത്ത് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. നിത്യവും രാത്രി വാഖിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അത് ഓതുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് തീർത്തും വിശ്വാസമുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമുണ്ടാകില്ല. അത് അവരുടെയൊക്കെ ഒരു ഉറപ്പ്. അങ്ങനെയാണ്, നമുക്കും ആ ഉറപ്പാണ് വേണ്ടത്. ഒരു വലിയ പണ്ഡിതൻ പറയുന്നുണ്ട്, സൂറത്തുൽ വാഖിയ 41 തവണ പാരായണം ചെയ്ത് അത് ഒരേ ഇരുത്തത്തിലിരുന്ന് ഓതണം എന്നുള്ളതാണ്. ഓതിയിട്ട് അവൻ്റെ ഏത് ആവശ്യം പറഞ്ഞാലും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. പ്രത്യേകിച്ച് മഈഷത്തിൻ്റെ, ജീവിതത്തിൻ്റെ, നമ്മുടെ സാമ്പത്തികമായ വിഷയത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമാകുമെന്ന് ഒരു വലിയ പണ്ഡിതൻ പറയുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഫത്ഹ്, ഈ 2 സൂറത്തുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ആഖിറവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇപ്പോൾ നമുക്കത് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്, അങ്ങനത്തെ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നമുക്കറിയാം സൂറത്തുൽ മുൽക്ക് യഥാർത്ഥത്തിൽ വലിയ അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വഹീഹായ 4 ഗ്രന്ഥങ്ങളാണ്. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളിലും ഇബ്നു ഹിബ്ബാൻ, ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്. ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. അതൊരാൾ അത് ആ 30 ആയത്തുകളുള്ള സൂറത്ത് അത് ആരാണോ ഓതുന്നത് അത് അവർക്ക് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തി കൊടുക്കുന്നതാണ്. ആ സൂറത്ത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്താണ്. സൂറത്തുൽ മുൽക്കാണതെന്ന്. സൂറത്തുൽ മുൽക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അത് ആഫത്തുകളെ തൊട്ട് തടുക്കും, നമ്മെ രക്ഷപ്പെടുത്തും, ഖബറിലെ ശിക്ഷകളെ തൊട്ട് അത് കാവലാകും എന്നുള്ളതാണ്.
ഖബറിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതും, അത് സ്വഹാബാക്കൾ വരെ ആ ഇറുക്കത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. എന്തിനേറെ പറയണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ മക്കളായ ഇബ്രാഹിം, ഖാസിം എന്നിവർക്ക് പോലും ആ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഖബറുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും. അപ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെ തന്നെ നമ്മളന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ചരിത്രത്തിൽ കാണാം. അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കണേ. ഒരാളും ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടില്ല. നബി തങ്ങൾ പറഞ്ഞു, ലൗകാന അഹദുൻ നാജിയ മിൻഹാ ലനജാ സഅദ് ബിൻ മുആദ്. ആരെങ്കിലും അതിനെ തൊട്ട് രക്ഷപ്പെടണമെങ്കിൽ സഅദ് ബിൻ മുആദ് തങ്ങൾ രക്ഷപ്പെടണമായിരുന്നു. ആരാണ് സഅദ് ബിൻ മുആദ് തങ്ങൾ? 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും ജനാസ നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ സഅദ് ബിൻ മുആദ് തങ്ങളുടെ ജനാസ നമസ്കാരമാണ്. ആരെങ്കിലും മരണം കാരണമായിട്ട് അള്ളാഹുവിൻ്റെ അർശ് എന്ന സിംഹാസനം കിടുകിട വിറച്ചിട്ടുണ്ടോ, അത് സഅദ് ബിൻ മുആദ് തങ്ങളുടെ മരണം കാരണമായിട്ടാണ്. ആ സഅദ് ബിൻ മുആദ് തങ്ങൾ പോലും ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അത്ഭുത പരതന്ത്രരായ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, വലബിനുക്കൽ ഖാസിം യാ റസൂലല്ലാ, അങ്ങയുടെ ഇളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ ഖാസിം അവർ രക്ഷപ്പെട്ടിട്ടില്ലേന്ന് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. വലാ ഇബ്രാഹിമുല്ലദി അസ്ഗറു മിന്നു, അതിനേക്കാളും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ഇബ്രാഹിമു രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. മഅദല്ലാഹ്, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ട് ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളിൽ കാണാം, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ആരാന്നറിയോത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്നവർ എഴുതി അറിയിക്കൂ. ഒരു പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു. ആ ഖബറുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത്. തബാറക സൂറത്ത്, സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും ഓതുന്നവന് ഖബറിൻ്റെ ശിക്ഷയെ അള്ളാഹു തടയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസിൽ എല്ലാ ദിവസവും വൈകുന്നേരം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സൂറത്തുൽ വാഖിയയും സൂറത്തുൽ മുൽക്കും സൂറത്തു യാസീൻ ഓതുന്നുണ്ട്. നിങ്ങളൊക്കെ വരി, ഇൻഷാ അല്ലാഹ് നമുക്കതിൽ പങ്കെടുത്ത് അതിന് തൊട്ട് മുമ്പ് നമ്മൾ നെയ്യത്ത് വെക്കും. അതാണ് പ്രത്യേകത, നെയ്യത്ത് വെക്കും. നാളെ ഖബറിൽ തൊട്ട് രക്ഷയാകണമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഓതാറുള്ളത്. എന്നിട്ട് ഓതിക്കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്യും, ഈ ഓതിയത് നാളെ ഖബറിനെ തൊട്ട് രക്ഷയാക്കണേ എന്ന് പറഞ്ഞിട്ട്. നാളെ മറ്റന്നാൾ മരണപ്പെട്ടു പോയാൽ, ഇന്നലെ നമ്മൾ ദുആ ചെയ്തില്ലേ, അതാ ഇന്ന് രാത്രി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ദിവസേന ഖബറിൽ വെച്ച് രക്ഷ ലഭിക്കാൻ കാരണമാകും. അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും തബാറക സൂറത്ത് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ രാത്രി തബാറക സൂറത്ത് ഓതുന്നവർക്ക് അത് ഖബറിൽ വന്ന് വാദിച്ച് അത് ഓതിയവനെ രക്ഷപ്പെടുത്തുന്നുള്ളതാണ്. ശിക്ഷിക്കാൻ വരുമ്പോൾ ആ തബാറക സൂറത്ത് വാദിക്കുന്നുള്ളതാണ്. ഹബീബായ തങ്ങൾ തബാറക സൂറത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അത് രക്ഷപ്പെടുത്തുക മാത്രമല്ല അത് വാദിക്കുകയും ചെയ്യും. ഖിയാമത്ത് നാളിൽ റബ്ബിൻ്റെ സന്നിധിയിൽ അത് ഓതുന്നവർക്ക് വേണ്ടി അവിടൊക്കെ വാദിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ വാഖിയ, അത് സൂറത്തുൽ വാഖിയ പോലെ തന്നെ സൂറത്തുൽ മുൽക്ക് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഓതണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ തബാറക ഓതുക, അത് മനഃപ്പാഠമാക്കുക, അത് വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നിൻ്റെ എല്ലാ മക്കൾക്കും വീട്ടിലുള്ള മറ്റു കുട്ടികൾക്കും അയൽക്കാർക്കുമൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് രക്ഷിക്കുന്നതും വാദിക്കുന്നതുമായ സൂറത്താണ്. അത് ഓതുന്നവർക്ക് വേണ്ടി ഖിയാമത്ത് നാൾ റബ്ബിൻ്റെ സന്നിധിയിൽ അത് വാദിക്കും, നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യും. അവൻ അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓതുന്നവനെ അള്ളാഹു ഖബറിൽ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കും. സൂറത്തുൽ മുൽക്ക് മനഃപ്പാഠമാക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. സൂറത്തുൽ മുൽക്ക് കാണാതെ അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കണേ. നാളെ ഖബറിൽ രക്ഷയാകാൻ അത് കാരണമാകും. എൻ്റെ സമുദായത്തിൽ എല്ലാവരുടെ കൽബിലും തബാറക്കയുണ്ടാവാൻ ഞാൻ കൊതിച്ചു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹബീബായ തങ്ങളുടെ ഒരു ആഗ്രഹവും കൂടെയാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തബാറക സൂറത്ത് ഉണ്ടാവുക എന്നുള്ളത്. മനസ്സിലായില്ലേ? തബാറക സൂറത്തിന് അത്രയും മഹത്വമുണ്ട്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. ഒരാളുടെ ഖബറിലേക്ക് അയാളുടെ തലയുടെ ഭാഗത്തിലൂടെ മലക്ക് പ്രവേശിക്കും. അപ്പോൾ അയാൾ പറയും, എൻ്റെ തല സൂറത്തുൽ മുൽക്കും ഓതാൻ ഉപയോഗിച്ചിരുന്നതാണ്, എൻ്റെ തല സൂറത്തുൽ മുൽക്ക് ഓതാൻ ഉപയോഗിച്ചിരുന്നതാണ്, ഇവിടെ നിനക്ക് പ്രവേശിക്കാൻ അവകാശമില്ല.
കാലുകളുടെ ഭാഗത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് പറയും, ഞാൻ സൂറത്തുൽ മുൽക്ക് ഓതി നിസ്കരിച്ചിരുന്ന കാലുകളാണിത്, അതിനാൽ ഇതിലൂടെ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആ സമയത്താണ് എൻ്റെ ഉള്ളിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ ഹൃദയത്തിൽ സൂറത്തുൽ മുൽക്കുണ്ടെന്ന്. അങ്ങനെ സൂറത്തുൽ മുൽക്ക് നമ്മളെ രക്ഷപ്പെടുത്തുന്ന രൂപം എന്ന് പറഞ്ഞാൽ അതും അത്ഭുതകരമാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഫത്ഹ് എന്നീ 3 സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ 3 സൂറത്തുകളും വളരെ സവിശേഷതയുള്ള സൂറത്തുകളാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുകളുണ്ട്, 333 വാക്കുകളുണ്ട്, 1321 അക്ഷരങ്ങളുണ്ട്. ഇത് കഴിയുന്നവരൊക്കെ ഒന്ന് താഴെ എഴുതി അറിയിച്ചാൽ ഇത് വായിക്കുന്നവർക്ക്, കമൻ്റൊക്കെ വായിക്കുന്നവർക്ക് അതിൽ നിന്നൊരു അറിവ് കിട്ടും. എന്താണ് എഴുതേണ്ടത്? സൂറത്തുൽ മുൽക്കിൽ 30 ആയത്തുകളുണ്ട്, സൂറത്തുൽ മുൽക്കിൽ 333 വാക്കുകളുണ്ട്, 1321 അക്ഷരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് അത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് മനഃപ്പാഠമാക്കിയവർക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ജീവിതത്തിൽ പകർത്തിയാൽ എന്തെല്ലാം ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ ആ ഗുണങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാരുമില്ലാത്ത ഏകാന്തതയുടെ, ഇരുളിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, ഭീകരതയുടെ വീടായ ആ ഖബറിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് രക്ഷയും തുണയുമാകുന്ന സൂറത്തുൽ മുൽക്കിനെക്കുറിച്ചും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തുൽ വാഖിയയെക്കുറിച്ചും ഏതു ആഗ്രഹങ്ങളും നമ്മൾ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.